ഇന്ത്യൻ ക്വിക്ക് കൊമേഴ്സ് സെക്ടറിൽ വന്ന ഉയർന്ന കോമ്പറ്റീഷൻ കമ്പനികളുടെ പ്രോഫിറ്റബിലിറ്റിയെ പോലും ബാധിച്ചു തുടങ്ങിയെന്നുള്ള സൂചനയാണ് ഇപ്രാവശ്യത്തെ സൊമാറ്റോയുടെ ക്വാർട്ടർലി റിസൾട്ട് നൽകുന്നത്. കഴിഞ്ഞ ഒരു മാസമായി സെല്ലിംഗ് പ്രഷർ നേരിടുന്ന സ്റ്റോക്കാണ് സൊമാറ്റോ. ഡിസംബർ മാസത്തെ ഓൾ ടൈം ഹൈ ആയ 304 രൂപയിൽ നിന്നും സ്റ്റോക്ക് ഹെവി കറക്ഷനിലൂടെ കടന്നു പോവുകയും 230 രൂപയ്ക്കടുത്ത് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ക്ലോസിംഗ് നൽകുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം സൊമാറ്റോ എന്ന സ്റ്റോക്ക് 7.2% ഇടിഞ്ഞത്. സൊമാറ്റോ എന്ന സ്റ്റോക്ക് ഇടിഞ്ഞതിന് പിന്നിലെ പ്രധാന കാരണങ്ങളും സ്റ്റോക്കിൻ്റെ ടെക്നിക്കൽസുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സൊമാറ്റോ എന്ന സ്റ്റോക്ക് ഇടിഞ്ഞതിന് പിന്നിലെ ഏറ്റവും പ്രധാന കാരണം കമ്പനിയുടെ ക്വിക്ക് കൊമേഴ്സ് സെക്ടറായ ബ്ലിങ്കിറ്റിൽ വന്നിരിക്കുന്ന ഉയർന്ന കോമ്പറ്റീഷനാണ്. ഉയർന്ന കോമ്പറ്റീഷനെ കേറ്റർ ചെയ്യുന്നതിന് വേണ്ടി ബ്ലിങ്കിറ്റ് കൂടുതൽ സ്റ്റോറുകൾ ഓപ്പൺ ചെയ്യുന്നു. 2025 ഡിസംബർ മാസത്തിനകം ഏകദേശം 2000 പുതിയ സ്റ്റോറുകൾ ഓപ്പൺ ചെയ്യാനാണ് സൊമാറ്റോ ലക്ഷ്യമിടുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കമ്പനിയുടെ എക്സ്പെൻഡിച്ചർ കൂടുകയും അഡ്ജസ്റ്റഡ് എബിറ്റ ഇയർ ഓൺ ഇയറിൽ 14% ഇടിയുകയും ചെയ്തു. കൂടുതൽ ഓർഡറുകൾ ഫുൾഫിൽ ചെയ്യുന്നതിന് വേണ്ടിയാണ് ബ്ലിങ്കിറ്റ് കൂടുതൽ സ്റ്റോറുകൾ ഓപ്പൺ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ബ്ലിങ്കിറ്റ് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതും ഒരു പ്രധാന വസ്തുതയാണ്. ഇപ്രാവശ്യത്തെ കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ 95 കോടി രൂപയുടെ ലോസ് ആണ് ബ്ലിങ്കിറ്റ് ക്രിയേറ്റ് ചെയ്തത്. ഇയർ ഓൺ ഇയറിലും ക്വാർട്ടർ ടു ക്വാർട്ടറിലും കമ്പനിയുടെ ബ്ലിങ്കിറ്റ് അതായത് ക്വിക്ക് കൊമേഴ്സ് സെഗ്മെൻറ്റ് ലോസ് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. സ്റ്റോക്ക് ഇടിഞ്ഞതിന് പിന്നിലെ രണ്ടാമത്തെ പ്രധാന കാരണം സൊമാറ്റോയുടെ ഫുഡ് ഡെലിവറി സെഗ്മെൻറ്റിൽ ഉണ്ടായിരിക്കുന്ന ഗ്രോസ് ഓർഡർ വാല്യൂവിലുണ്ടായ ഇടിവാണ്. ഗ്രോസ് ഓർഡർ വാല്യൂ സീക്വൻഷ്യലി വെറും 2% മാത്രമാണ് ഉയർന്നത്. ഇയർ ഓൺ ഇയറിൽ ഗ്രോസ് ഓർഡർ വാല്യൂവിൽ 20% വർധന ഉണ്ടായിട്ടുണ്ട്. ഇയർ ഓൺ ഇയറിൽ 20% എന്ന വാല്യൂ മെയിൻറ്റെയിൻ ചെയ്യാനും സാധ്യതയുണ്ട്. അതേസമയം നിയർ ടേം ട്രെൻഡ് നെഗറ്റീവാണ്. കൂടാതെ ഫുഡ് ഡെലിവറി സെഗ്മെൻറ്റിൽ ഉണ്ടായിരിക്കുന്ന ഉയർന്ന കോമ്പറ്റീഷനും കമ്പനിയുടെ ഗ്രോസ് ഓർഡർ വാല്യൂ ഇടിഞ്ഞതിന് പിന്നിലെ പ്രധാന കാരണമായി മാറിയിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ സൊമാറ്റോ റീസെൻ്റ്ലി ലോഞ്ച് ചെയ്ത ഡിസ്ട്രിക്റ്റ് എന്ന ആപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയും കമ്പനിക്ക് കൂടുതൽ തുക ചെലവാക്കേണ്ടി വരുന്നു. ഡിസ്ട്രിക്റ്റ് എന്ന ആപ്പ് കൂടുതൽ കസ്റ്റമേഴ്സിനിടയിലേക്ക് എത്തിക്കാനും ഡിസ്ട്രിക്റ്റ് എന്ന ആപ്പിൽ നിന്നും ഡീസൻ്റ് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ സാധിക്കാത്തതും കമ്പനിയുടെ ഗ്രോത്ത് സ്ലോ ഡൗണിന് പിന്നിലെ ഒരു പ്രധാന കാരണമാണ്. മൂന്നാമത് സൊമാറ്റോ എന്ന സ്റ്റോക്ക് ഇടിഞ്ഞതിന് പിന്നിലെ പ്രധാന കാരണം കമ്പനി അതിൻ്റെ എംപ്ലോയീസ് കോസ്റ്റ് ഉയർത്തിയതിൻ്റെ പശ്ചാത്തലത്തിലാണ്. അതായത് കമ്പനിയുടെ റവന്യൂവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കോസ്റ്റിൽ അല്ലെങ്കിൽ എക്സ്പെൻസിൽ വളരെ വലിയ വർധനവ് ഉണ്ടായിട്ടുണ്ട്. എക്സ്പെൻസ് വർദ്ധിക്കാൻ ഒന്ന് കമ്പനിയുടെ അഗ്രസീവ് ബിസിനസ് എക്സ്പാൻഷൻ പ്രോഗ്രാമും രണ്ടാമത്തേത് കമ്പനി അതിൻ്റെ എംപ്ലോയീസിന് നൽകിയിരിക്കുന്ന വേജസിൽ വരുത്തിയ വർധനവുമാണ്. ESOP ചാർജ് വഴി 21%, ഡയറക്റ്റ് ക്യാഷ് എംപ്ലോയി ബെനിഫിറ്റ് വഴി 15%, അഡീഷണൽ എക്സ്പെൻസാണ് സൊമാറ്റോ ക്രിയേറ്റ് ചെയ്തത്. ഇതോടൊപ്പം തന്നെ ക്വിക്ക് കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൻ്റെ റിക്വയർമെൻറ്റ്സ് ഫുൾഫിൽ ചെയ്യുന്നതിന് വേണ്ടി കമ്പനി ഹെഡ് കൗണ്ട് അതായത് കൂടുതൽ ആൾക്കാരെ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട്. കൂടാതെ എക്സിസ്റ്റിംഗ് ടാലൻറ്റിനെ കമ്പനിയിൽ നിലനിർത്തുന്നതിന് വേണ്ടിയും ഉയർന്ന വേജസ് അവർക്ക് നൽകേണ്ടതായിട്ട് വന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ എംപ്ലോയി കോസ്റ്റ് ഉയരുകയും ഇതും സൊമാറ്റോയുടെ പ്രോഫിറ്റബിലിറ്റിയെ പ്രതികൂലമായി ബാധിക്കുകയും സ്റ്റോക്ക് ഇടിയുകയും ചെയ്തു. ക്വാർട്ടർലി റിസൾട്ട് അനാലിസിസ് ചെയ്യുകയാണെങ്കിൽ ഇപ്രാവശ്യം കമ്പനിയുടെ പ്രോഫിറ്റ് 57% ഇയർ ഓൺ ഇയറിലും ക്വാർട്ടർ ടു ക്വാർട്ടറിൽ 66% ഇടിഞ്ഞു. കമ്പനിയുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആണ് 57% ഇയർ ഓൺ ഇയറിലും ക്വാർട്ടർ ടു ക്വാർട്ടറിൽ 66% ഇടിഞ്ഞത്. കഴിഞ്ഞ വർഷം 138 കോടി രൂപയുടെ പ്രോഫിറ്റ് നേടിയെടുത്ത് ഇപ്രാവശ്യം 59 കോടിയിലേക്ക് പ്രോഫിറ്റ് ചുരുങ്ങി. കഴിഞ്ഞ ക്വാർട്ടറിൽ 176 കോടി രൂപയുടെ പ്രോഫിറ്റ് നേടിയെടുത്താണ് ഇപ്പോൾ പ്രോഫിറ്റ് 59 കോടിയിലേക്ക് ചുരുങ്ങിയിരിക്കുന്നത്. റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഇയർ ഓൺ ഇയറിൽ 64% വർദ്ധിച്ച് 3288 കോടിയിൽ നിന്നും 5405 കോടിയിലേക്ക് ഉയർന്നിട്ടുണ്ട്. സീക്വൻഷ്യലി നോക്കുകയാണെങ്കിൽ റവന്യൂ ഫ്രം ഓപ്പറേഷൻ 13% വർദ്ധിച്ച് 4799 കോടിയിലേക്ക് എത്തി. ഇനി ഇയർ ഓൺ ഇയറിൽ കമ്പനിയുടെ ഗ്രോസ് ഓർഡർ വാല്യൂ 24% മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കൂടാതെ കമ്പനിയുടെ എബിറ്റ 128% ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ച് 285 കോടിയായി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എബിറ്റ മാർജിൻ 3% നിന്നും 4.3% ഇംപ്രൂവ് ആയി. ഫുഡ് ഡെലിവറി സെഗ്മെൻറ്റിൻ്റെ പെർഫോമൻസ് തന്നെയാണ് എബിറ്റ മാർജിൻ ഇംപ്രൂവ് ചെയ്തതിന് പിന്നിലെ പ്രധാന കാരണം. അതേസമയം അഡ്ജസ്റ്റഡ് എബിറ്റ ക്വാർട്ടർ ടു ക്വാർട്ടറിൽ 14% ഇടിഞ്ഞ് 45 കോടിയിലേക്ക് എത്തുകയും ചെയ്തു.
സൊമാറ്റോയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ ഇപ്രാവശ്യം ഫുഡ് ഡെലിവറി സെഗ്മെൻറ്റ് ഡീസൻറ്റ് പെർഫോമൻസ് അല്ലെങ്കിൽ ആസ് യൂഷ്വൽ പെർഫോമൻസ് കാഴ്ചവെച്ചെങ്കിലും ക്വിക്ക് കൊമേഴ്സ് സെഗ്മെൻറ്റിൽ ഉണ്ടായിരിക്കുന്ന കമ്പനിയുടെ അഗ്രസീവ് ബിസിനസ് എക്സ്പാൻഷനും ക്വിക്ക് കൊമേഴ്സ് സെഗ്മെൻറ്റ് കമ്പനിക്ക് ഡീസൻറ്റ് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാത്തതും മൂലമാണ് സ്റ്റോക്ക് ഇടിഞ്ഞത്. സ്റ്റോക്ക് 239 എന്ന റേഞ്ചിലേക്ക് എത്തിയിട്ടുണ്ട്. മാനേജ്മെൻറ്റിൻ്റെ കമൻറ്ററി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ വരുന്ന 2-3 ക്വാർട്ടറിലും കമ്പനി ഈ രീതിയിലുള്ള പെർഫോമൻസ് നടത്താനാണ് സാധ്യത. അതേസമയം മികച്ച ഒരു ഫ്യൂച്ചർ ബിൽഡപ്പ് ചെയ്യുന്നതിന് വേണ്ടി കമ്പനി അഗ്രസീവ് ബിസിനസ് എക്സ്പാൻഷൻ എന്ന റിസ്ക് എടുക്കുകയാണ്. ഇനി സൊമാറ്റോ ഹൈ റിസ്ക് ഹൈ റിവാർഡ് കാറ്റഗറിയിൽ ഉൾപ്പെട്ട ഒരു സ്റ്റോക്ക് തന്നെയാണ്. സ്റ്റോക്കിന് 220 വളരെ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ടുമാണ്. മുമ്പ് 220 എന്ന ലെവലിൽ ബ്രേക്കൗട്ട് നൽകിയതിന് ശേഷമാണ് സ്റ്റോക്ക് 300 വരെ ഉയർന്നത്. ഇപ്പോൾ സ്റ്റോക്ക് വീണ്ടും 239 എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നും 220 ഇമ്മീഡിയറ്റ് സപ്പോർട്ടായി പ്രവർത്തിക്കും. ഏതെങ്കിലും കാരണവശാൽ 200 എന്ന സൈക്കോളജിക്കൽ സപ്പോർട്ട് നഷ്ടമായാൽ 180 സ്റ്റോക്കിന് ഉയർന്ന സപ്പോർട്ട് ലഭിക്കാൻ സാധ്യതയുണ്ട്. സൊമാറ്റോ എന്ന സ്റ്റോക്കിൽ 180 വരെയുള്ള ഡൗൺ സൈഡ് റിസ്ക് ആണ് ഒട്ടുമിക്ക അനലിസ്റ്റുകളും പറയുന്നത്. അപ്സൈഡിൽ സ്റ്റോക്കിന് 250 പ്രധാന റെസിസ്റ്റൻസായി പ്രവർത്തിക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്